ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, മിത്രങ്ങളെ, ജാതകഫലങ്ങൾ വിശ്വസനീയമാണോ എന്ന് അതേപ്പറ്റി ചിന്തിക്കാം. അതിനായി സ്വന്തം ജാതകം തന്നെ ഉദ്ധരിക്കാം. ഞാൻ ജ്യോതിഷം പഠിക്കാൻ ഉണ്ടായ കാരണം മുൻപൊരിക്കൽ പറഞ്ഞതാണല്ലോ. ഒരു ജ്യോതിഷൻ ഒരാളുടെ ഗ്രഹനില നോക്കി ശരീരത്തിൽ ഇന്ന ഭാഗത്ത് മറുകൊണ്ട് എന്ന് പറയുന്നത് കേട്ടതാണ് സംഭവം. ഈ സംഭവം കൊണ്ട് എനിക്ക് അയാളോട് വലിയ മതിപ്പ് തോന്നി. ഇയാൾ നല്ല പഠിപ്പുള്ള ജ്യോതിഷനാണെന്ന് തോന്നി. ഞാൻ അയാളെക്കൊണ്ട് എൻ്റെ ജാതകം എഴുതിച്ചു. അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു കേട്ട വിവരമനുസരിച്ച് ഞാൻ ജനിച്ച വർഷം, മാസം, ദിവസം, സമയം എല്ലാം കുറിച്ചു കൊടുത്തു. 2 ആഴ്ച കൊണ്ട് ജാതകം എഴുതി കയ്യിൽ തന്നു. വായിച്ചു നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല. ദശാഫലം വായിച്ച് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. 44 വയസ്സുവരെ ജാതകമുള്ളൂ. കുട്ടിക്കാലം മുതലേ എനിക്ക് ഒരാഗ്രഹം 80 വയസ്സുവരെ എങ്കിലും ജീവിക്കണമെന്നായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയായി. ഞാൻ ഈ ജാതകം മറ്റൊരു ജ്യോതിഷനെ കാണിച്ചു. അയാൾ അതിലെ ഗ്രഹനില നോക്കിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഈ ജാതകം അനുസരിച്ച് നിങ്ങൾക്ക് ദീർഘായുസ്സാണ്. അതുമാത്രമല്ല, ഈ ജാതകമനുസരിച്ച് 1-2 വർഷത്തിനുള്ളിൽ നടക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ ആ കാലത്ത് ആ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. 44-ാമത്തെ വയസ്സിൽ മരിക്കാൻ മാത്രം സാധിച്ചില്ല. ഇപ്പോൾ വയസ്സ് 80 തികഞ്ഞു. ഇതാണ് സംഭവം. ജാതകത്തിൽ ആയുസ്സിൻ്റെ കാര്യം തെറ്റിപ്പോയി. അതിലെ ഗ്രഹനില അനുസരിച്ചുള്ള പല കാര്യങ്ങളും അത് എഴുതിയയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറ്റൊരാൾ കണ്ടെത്തിയ കാര്യം പോലും. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ പറയപ്പെട്ട ജ്യോതിഷികൾ പഠിച്ചത് ഒരു ശാസ്ത്രം തന്നെയാണ്. ഒരു ജാതകത്തെ പറ്റിയാണ് 2 പേരും ഫലപ്രഖ്യാപനം നടത്തിയതും. അതിൽ ഒരാളുടെ നിഗമനം തെറ്റുകയും മറ്റേയാളുടെ നിഗമനം ശരിയാവുകയും ചെയ്തു. ഇവർ 2 പേരും 2 വിധത്തിൽ പറയാനുള്ള കാരണം പിന്നീട് ഞാൻ സ്വയം കണ്ടുപിടിക്കുകയും ചെയ്തു. ജാതകം എഴുതിയയാൾ 44-ാമത്തെ വയസ്സിൽ ജാതകം അവസാനിപ്പിച്ചത് ശാസ്ത്രത്തെ ആശ്രയിച്ചു തന്നെയാണ്. മറ്റേയാൾ ദീർഘായുസ് പറഞ്ഞതും ശാസ്ത്രത്തെ അനുസരിച്ച് തന്നെയാണ്. ഇതാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഒരു കുഴപ്പം. ഒന്നാമൻ നോക്കിയപ്പോൾ 37 വയസ്സ് മുതൽ 44 വയസ്സ് വരെ അഷ്ടമാധിപനും 5-ാം നക്ഷത്രാധിപനും ഇതനുമായ ചൊവ്വയുടെ ദശാകാലമാണ്. ശാസ്ത്രം പറയുന്നത് ദുർബലനായ അഷ്ടമാധിപൻ്റെ ദശാകാലം മരണപ്രദമാണ്. 5-ാം നക്ഷത്രാധിപൻ്റെ ദശയും മരണപ്രദമാണ്. മാത്രവുമല്ല, ചൊവ്വ ഒരു പാപഗ്രഹവുമാണല്ലോ. മാത്രവുമല്ല, ഈ ചൊവ്വയുടെ കൂടെ രാഹുവും ഉണ്ടായിരുന്നു. ഇത്രയുമെല്ലാം കണ്ടപ്പോൾ ഇയാൾക്ക് ഇവിടം വരെ ആയുസുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. മറ്റേയാൾ നോക്കിയപ്പോൾ അഷ്ടമരാശിയിൽ 3 ശുഭഗ്രഹങ്ങളുണ്ട്. ചൊവ്വയുടെ കൂട്ടത്തിൽ ഉച്ചസ്ഥനായ വ്യാഴമുണ്ട്. ചന്ദ്രന് ശുഭയോഗവും കേസരി യോഗവും ഉണ്ട്. അതൊരു ദീർഘായുർ യോഗമാണ്. ഇതെല്ലാം കൊണ്ട് ഈ ജാതകം ദീർഘായുസ്സാണ് എന്ന് അദ്ദേഹവും തീരുമാനിച്ചു. ഇതുപോലെ പരസ്പര വിരുദ്ധമായ അവസ്ഥകൾ ജാതകത്തിൽ ഉണ്ടാകുമ്പോൾ ജ്യോതിഷന്മാർക്ക് പലപ്പോഴും തെറ്റുപറ്റും. ചില നിഗമനങ്ങൾ ശരിയായെന്നും വരും, ചിലത് ശരിയായില്ലെന്നും വരും. ജ്യോതിഷികൾക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യം നമ്മൾ എന്തിനാണ് ഉറപ്പിക്കുന്നത്? ചില ജാതകത്തിൽ
ഇത്രാമത്തെ വയസ്സിൽ വിവാഹം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതുപോലെ നടന്നെന്നും വരും. ചിലപ്പോൾ ആ സമയത്ത് നടന്നില്ല എന്നും വരും. ചിലപ്പോൾ അതിന് മുൻപ് തന്നെ നടന്നേക്കാനും മതി. ജ്യോത്സ്യൻ എഴുതിയ സമയത്ത് നടക്കാതിരുന്നാൽ വിവാഹം നടക്കേണ്ട സമയത്ത് നടന്നില്ല, അതുകൊണ്ട് ഇനി നടക്കുമോ എന്തോ എന്നോർത്ത് വിഷമിക്കുന്നവരുമുണ്ട്. ചിലർ ജാതകത്തിൽ പറഞ്ഞ സമയം കഴിഞ്ഞതിന് മുൻപ് വിവാഹം നടത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നതായും കാണാം. ഇതെല്ലാം തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്നതാണ്. ജാതകവശാൽ വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയം പറയുന്നത് ഇങ്ങനെയാണ്: 1. ലഗ്നാലും ചന്ദ്രാലും 7ാം ഭാവാധിപന്മാരുടെ ദശാപഹാരകാലങ്ങൾ. 2. ലഗ്നാലും ചന്ദ്രാലും 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹങ്ങളുടെ ദശാപഹാരകാലങ്ങൾ. 3. ലഗ്നാലും ചന്ദ്രാലും 7ാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്ന ശുഭഗ്രഹത്തിൻ്റെ ദശാപഹാരകാലങ്ങൾ. 4. 7ാം ഭാവാധിപൻ്റെ അംശകാധിപൻ്റെ ദശാപഹാരകാലങ്ങൾ. 5. 7ാം ഭാവത്തിൻ്റെ കേന്ദ്രരാശികളിലും ത്രികോണരാശികളിലും നിൽക്കുന്ന ശുഭഗ്രഹങ്ങളുടെ ദശാപഹാരകാലങ്ങൾ. 7ാം ഭാവത്തിൻ്റെ 11ാം ഭാവത്തിലും 3ാം ഭാവത്തിലും നിൽക്കുന്ന പാപഗ്രഹങ്ങളുടെ ദശാപഹാരകാലങ്ങൾ. ഇതെല്ലാം വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയങ്ങളാണ് എന്ന് ശാസ്ത്രം പറയുന്നു. ഈ പറഞ്ഞവയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായി ജ്യോത്സ്യന് തോന്നിയ സമയം ജ്യോത്സ്യൻ ജാതകത്തിൽ എഴുതിയെന്നേ ഉള്ളൂ. ചിലപ്പോൾ അതൊത്തെന്നും വരാം, ഒത്തില്ല എന്നും വരാം. ഒത്തില്ലെങ്കിൽ വിവാഹം നടക്കാൻ യോഗമുള്ള ജാതകമാണെങ്കിൽ മറ്റൊരു സമയത്ത് നടക്കും. ഇതുപോലെയാണ് മറ്റുള്ള കാര്യങ്ങളും എന്ന് മനസ്സിലാക്കുക. 1. അതായത് ജോലി കിട്ടും, എന്നാണ് ജോലി കിട്ടുക എന്ന് ചോദിച്ചാൽ ജാതകത്തിൻ്റെ ലഗ്നാലും ചന്ദ്രാലും 10ാം ഭാവം, 10ാം ഭാവാധിപൻ എന്നിവയെ വെച്ചുകൊണ്ട് വിവാഹത്തിന് പറഞ്ഞതുപോലുള്ള ചിന്തകളാണ് നടത്തുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പല കാര്യങ്ങളും 100% ഉറപ്പിച്ചു പറയാൻ ഒരു ജ്യോതിഷിക്കും സാധിക്കും എന്ന് പറഞ്ഞുകൂടാ. അത്രമാത്രം സങ്കീർണമാണ് ഈ വിഷയം. ജ്യോതിശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കളായ ആര്യന്മാരിൽ തന്നെ അഭിപ്രായം വ്യത്യാസം ഉള്ളതായി കാണാം. നമസ്കാരം.